വിലക്കയറ്റം ഉദിച്ചു കയറുന്നു. വിലക്കയറ്റം തടയാനുള്ള സർവ വഴികളും സർക്കാർ ചെയ്യും. ചെയ്താ മതി. എൻ്റെ പൊന്ന നേതാക്കന്മാരെ, നിങ്ങൾ ഈ വർത്താനമൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കാതെ അതൊന്ന് പെട്ടെന്ന് ചെയ്താൽ സാധാരണക്കാരൻ മനസ്സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു. ചെയ്യണേ, മറക്കല്ലേ ഭഗവാനെ ഈ പറയുന്നവരൊന്നും. എത്തിച്ചു ഭോജനത്തിന് ശേഷം ഭഗവാനോട് സംസ്കരിക്കും. ഇങ്ങനെ പോയാൽ ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താവും? ഈശ്വര, നേതാക്കന്മാർക്കൊക്കെ ഒരു കനിവ് തോന്നിയ പത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണാവോ? നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ പലചരക്കിന്റെ ലിസ്റ്റ് കൊടുത്തായിരുന്നല്ലോ. കൊടുത്തല്ലോ. എല്ലാ സാധനങ്ങളും നെഞ്ഞാന്ന് കിട്ടി. അപ്പൊ അതിന്റെ എത്ര ആയെന്നുള്ള ബില്ല് വന്നിട്ടുണ്ടേ. ഇതിന്റെ തൊട്ട് താഴെ ജെയിംസ് അച്ചായന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മാസം മുതൽ അതിലങ്ങ് പൈസ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓ അത് ശരി. അപ്പൊ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇപ്പൊ അതല്ലേ എല്ലായിടത്തും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. അയ്യോ, ഇതെന്താടാ നീണ്ട കഥയോ? എന്തോ കൊച്ചമ്മ, മുഴുവൻ സാധനങ്ങളാണോ വാങ്ങിച്ചേ? ഇതെല്ലാം കിട്ടിയോ? എല്ലാം കിട്ടി. ഞാൻ എല്ലാം നോക്കി കൊച്ചമ്മ. കിട്ടി. എല്ലാം കൂടെ എത്ര 22,352. 22,352 നീ നോക്ക്. ഇത് ഏത് ബില്ല? നമ്മളെ ബില്ലാണോ? അല്ല, ശരിയാണ് കൊച്ചമ്മ. നമ്മളെ ഇവിടുത്തെ ബില്ല് തന്നെ 22,350 തന്നെ. എന്താടാ നീ പറയുന്നേ? നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇച്ചിരി സാധനം വാങ്ങിച്ച 22,352 രൂപയുടെ സാധനം. ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ചിലപ്പോ അത്ര ആവുമായിരിക്കും. പക്ഷെ ഒരു കാര്യം, നല്ല നമ്പർ 1 ക്വാളിറ്റിയാണ് കൊച്ചമ്മ. ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ജെയിംസ് അച്ചായന്റെ കടയിൽ നിന്ന് കിട്ടുന്നത്. ക്വാളിറ്റി ഒക്കെ സമ്മതിച്ചിട്ടുണ്ടോ? 22,352 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചെങ്കില് എന്തോ പന്തികളുണ്ട്. ഞാൻ നോക്കട്ടെ. അല്ല, ഒരു കാര്യം, നീ ഈ സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് ചെയ്ത് ആരുടെ കൂടെ ഇരുന്നിട്ടാ? അല്ല കൊച്ചമ്മ, ഞാൻ സാധാരണ അടുക്കളയിലുള്ള ലിസ്റ്റ് ഞാൻ മാത്രമാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുരഭി ഒരു ലിസ്റ്റ് കൊണ്ട് തരും. പിന്നെ അതും കഴിഞ്ഞിട്ട് ലക്ഷ്മി കുഞ്ഞ് ഒരു ലിസ്റ്റ് കൊണ്ട് തരും. ഈ 3 ലിസ്റ്റും കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. അതാണ് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതെ അതെ, എല്ലാവരുടെയും കൂടെ ലിസ്റ്റ് നീ കൊണ്ട് കൊടുക്കും. കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്യണം. അല്ല, എത്ര 22,352 അല്ലേ? ഒരു കാര്യം ചെയ്യും, ഇതെന്തുവാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിക്കട്ടെ. ഒന്ന് നോക്കട്ടെ വിശദമായിട്ട്. എനിക്ക് അടുക്കളയിലും പോണം. അതെ, ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് അതെന്താ നോക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ ആ ഗ്രൈൻഡർ കിടക്കുന്ന നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ അതൊക്കെ ഒന്ന് പോയി നോക്കാം. ഞാനിതൊന്ന് വിശദമായിട്ട് നോക്കട്ടെ. കാരണം എനിക്ക് ഇത്രയും ബില്ല് അതിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് ചോദിക്കണം. വേണ്ട, രാവിലെ കാപ്പി കുടിക്കാൻ എല്ലാം കൂടെ മുമ്പിൽ വന്ന് നിരന്നിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കണം. അല്ല, പോണ്ട. 22,352 പിടിച്ചോണ്ട് നെല്ല് പോണ അവിടെ നിന്ന്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വീട്ടിൽ ഒരാഴ്ചത്തെ സാധനം വാങ്ങിക്കുമ്പോ 22,000 രൂപ എന്ന്? ഈ ലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. ഹലോ, എന്തോ തരുന്നേ? ആ ഗ്രീൻ ടീ ബാഗ് എവിടെ മുത്തോണ്ണ? ആരത്തി? ഗ്രീൻ ടീ ആർക്ക്? ആർക്ക് അറിഞ്ഞാലേ കണ്ടുപിടിച്ചു തരുവുള്ളൂ. എവിടാ? അല്ലല്ല, ഗ്രീൻ ടീ ഇവിടെ ആരും ഉപയോഗിക്കില്ലല്ലോ. ആര് പറഞ്ഞ? ഇനി അങ്ങോട്ട് ഉപയോഗിക്കും. ഇനി അങ്ങോട്ട് ആര് ഉപയോഗിക്കും? പ്രതീക്ഷ കുഞ്ഞാ? പാലും വെള്ളത്തിലും മധുരം കൂട്ടി അടിക്കുന്ന ആള് എന്താ പറയണേ? ഇനി പ്രതീക്ഷന് ചായ കോഫി ഒന്നും വേണ്ട. ഇനി മുതല് പ്രതീക്ഷന് ഗ്രീൻ ടീ മതി. അയ്യോ, ആര് പറഞ്ഞത്? ഞാൻ പറയുന്നു. അല്ല, പ്രതീക്ഷ കുഞ്ഞ് പറഞ്ഞാലേ ഞാൻ സമ്മതിക്കുള്ളൂ. അണ്ണാ, പ്രതീക്ഷന് ചെറിയൊരു കൊളസ്ട്രോളിന്റെ ആരംഭമുണ്ട്. പ്രതീക്ഷന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ. അണ്ണനെ വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തത്. അപ്പൊ എന്റെ പറഞ്ഞു നീ സൂക്ഷിക്കണോ? അതുകൊണ്ട് ഇനി ചായ കോഫി ഒന്നും കൊടുക്കരുത്, പാലൊന്നും കൊടുക്കണ്ട. കൊതി തോന്നി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വേണ്ട, കൊടുക്കണ്ട. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കുടിക്കുന്നില്ല. അപ്പൊ കൊടുക്കാനേ പറ്റൂല. വേണ്ട, അത് ചോദിക്കുകയാണെങ്കിൽ പോലും ഗ്രീൻ ടീ കൊടുത്താൽ മതി. ഗ്രീൻ ടീ അങ്ങനെ കുടിക്കുവോ? കുടിക്കും. പേടിയുണ്ട്. ഈ കൊളസ്ട്രോൾ വളരെ കൂടുതലാ അതോ? അറിയുന്നേ
എന്തോ എന്നെ കണ്ടപ്പോ സൗണ്ട് ഇങ്ങനെ തോന്നുന്നു താഴോട്ട് പോയത്. എന്തെന്തോ പെട്ടെന്ന് ശബ്ദം ഇതായി. ചിലവരെ കാണുമ്പോ നമുക്ക് സൗണ്ട് ഒക്കെ കുറയുവണ്ണ. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ കേട്ട്. എന്തോന്ന് കേട്ട്? എന്നെ കുറിച്ചല്ലേ പറഞ്ഞത്. അയ്യോ, മനസ്സിലായി കളഞ്ഞല്ലേ? അമ്മൂമ്മേണല്ലേ, സത്യമായിട്ടല്ലേ? ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞോണ്ട്. ഓ, ഇനിയിപ്പോ എന്നെ കുറിച്ചാ പറഞ്ഞെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു പ്രശ്നമല്ലേ. നല്ല മാറ്റം ആണ്ടല്ലേ? മാറാൻ തീരുമാനിച്ചു. നന്നായി. പിന്നെ മുത്തണ്ണ, ഓ, പ്രൊഫഷണൽ സ്റ്റോറിന്റെ ലിസ്റ്റില് ഞാനൊരു ഹെർബൽ ടീ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചായിരുന്നു? ഹെർബൽ ടീ. ഹെർബൽ ടീ ആ. എഴുതിയിട്ടുണ്ടായിരുന്നാ? ആ, ഉണ്ട്. എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കാണും. അല്ല, ആർക്കത്? അത് പ്രക്ഷോഭേട്ടന്. അശോകുഞ്ഞിനാ ആ ഹെർബൽ ടീയാ? ആ അശോകിന് നമ്മള് കടുപ്പത്തിലല്ലേ ചായ കുടിച്ചോണ്ട്, ഇപ്പൊ എന്ത് ഹെർബൽ ടീ? ആ കടുപ്പത്തിലൊക്കെ ചായ കുടിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇനിയിപ്പോ അത് വേണ്ട. കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ആരോഗ്യം ശ്രദ്ധിക്കണമല്ലോ ഭർത്താവ്. അല്ല, ഞാൻ ചോദിച്ചിപ്പോ കൊളസ്ട്രോളോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചോന്ന്. അയ്യോ, അങ്ങനെയുള്ള കുഴപ്പമൊന്നും എന്റെ പ്രക്ഷോഭേട്ടനൊന്നും ഇല്ല കേട്ടോ. ഇല്ല. പക്ഷെ ഞാനത് ഇപ്പോൾ ഒന്ന് കരുതലോടെ ഇരിക്കാൻ വേണ്ടിട്ടേ, നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ചായപ്പൊടിയിലൊക്കെ എന്തൊക്കെ മായങ്ങൾ ചേർന്നാ വരുന്നെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ ഈ 5 ആയുർവേദ കൂട്ടുകൾ അടങ്ങുന്നതാണ് ഈ ഹെർബൽ ടീ, ഈ ചായപ്പൊടിയുടെ പാക്കറ്റ്. അപ്പൊ ഇനി മുതല് പ്രക്ഷോഭേട്ടന് അത് കൊടുക്കാം. പിന്നെ മുത്തണ്ണ, ഇത് പ്രക്ഷോഭത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വേറെ ആരും കേറി അള്ളാൻ വരണ്ട. അതെ, ചേച്ചി എന്നല്ലേ പറഞ്ഞത്? ഞാൻ അള്ളാൻ വരുന്നില്ല. മുത്തുണ്ണ അറിയത്തില്ലേ? ഈ മറ്റേ ആയുർവേദ സാധനങ്ങൾ എന്ന് പറയുന്നതേ ഈ മറ്റേ കളർ പൊടിയും മരത്തടിയൊക്കെ ചേർന്ന് മിക്സ് ചെയ്ത് വരുന്ന സാധനങ്ങളാ. വിശ്വസിക്കാൻ പറ്റൂല നമുക്ക്. പിന്നെ അതൊക്കെ കെമിക്കൽ അല്ലേ മൊത്തം? പിന്നെ ഇല്ലേ, ഏതിന്റെ മരത്തൊലിയാണ് ഇടുന്ന പോലും നമുക്ക് അറിയാൻ പറ്റൂല. ആ സത്യം. മുത്തുണ്ണ, ഈ പണ്ടാരാണ്ട് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ട്. അല്ല, ഒരുപാട് പഴഞ്ചൊല്ല് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് പഴഞ്ചൊല്ലാണ്? ഈ പഴഞ്ചൊല്ല, നല്ലത് നായ്ക്ക് പിടിക്കത്തില്ല. അല്ല, നല്ലത് നായ്ക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പിടിക്കില്ല. അതല്ലേ കുഞ്ഞു വിചാരിച്ചത്? അത് നിങ്ങൾ എന്തെങ്കിലും വ്യാഖ്യാനിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ മറക്കണ്ട ഹെർബൽ ടീ പൗഡർ. അല്ല, അത് നോക്കാം. നമ്മുടെ സുരഭിക്ക് ഗ്രീൻ ടീ, പിന്നെ ലക്ഷ്മി കുഞ്ഞിന് മറ്റേ ഹെർബൽ ടീ. നിങ്ങളെല്ലാം ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് എടുത്തു വെച്ചാണ്. ഞാൻ അത് നോക്കി എടുത്ത് വയ്ക്കാം. നമുക്ക് അപ്പം ഡൈനിങ് ടേബിളിൽ വെച്ച് കാണാം. പൊക്ക രണ്ടുപേരും പൊക്ക. 2 പേരും പക്ക. എന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. പോ. ചായയുടെ കൂടെ ഇനി ഗ്രീൻ ടീയും കൂടെ ഇട്ട് മുടിയുമല്ലോ ഭഗവാനെ. ഗ്രീൻ ടീ മാത്രമല്ല, ഹെർബൽ ടീയും കൂടെ. ഭയങ്കര വിശപ്പ്. അല്ല, ഒരു മിനിറ്റ്. വേറെ കൊണ്ടല്ല, നമുക്ക് കഴിക്കാം. പക്ഷെ എനിക്കൊരു 5 മിനിറ്റ് നിങ്ങളോടൊരു കാര്യം സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലല്ലോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന്? ഇല്ല. ഇത് നമ്മുടെ ജെയിംസ് അച്ചായന്റെ മാർജിൻ ഫ്രീ ഷോപ്പിൽ അവിടുന്ന് ഇത്തവണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ബില്ല് മൊത്തം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ബില്ല്. ഇതിനകത്തെ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 22,352 രൂപയാണ്. ഇതാണ് അയ്യോ. കേട്ട നിനക്കേ അയ്യോ. അപ്പൊ ഇത് കൊടുക്കേണ്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇത്രയധികം ബില്ല് വന്നതെന്ന് ഞാനൊന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കി. ഓരോ സാധനം എന്താണെന്നും അതിന്റെ വില എന്താണെന്നും അത് എത്ര കണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എല്ലാം നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഈ അടുക്കളയിലേക്ക് അല്ലാത്തതും ഇതിൽ വന്നിട്ടുണ്ട്. നമ്മള് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങുന്നുള്ളൂ, അനാവശ്യമായിട്ട് ഒന്നും വാങ്ങുന്നില്ല. അതുപോലെ ഞാനും ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് അത്യാവശ്യമുള്ള പല സാധനങ്ങളും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വലിയ മനസ്സിന്റെ ഒരു ഇതാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല്, നീ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ടൊരു വലിയ കുപ്പി ഷാമ്പു വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇപ്രാവശ്യം നീ വേറൊരു കമ്പനിയുടെ അതുപോലത്തെ വലിയൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്ക് എത്ര ഷാമ്പു വേണം കുളിക്കാൻ? അതെന്താന്നറിയമ്മ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഷാമ്പു ഉണ്ടല്ലോ, ശരിക്കും അങ്ങോട്ട് പതയുന്നില്ല. അത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. അത് അതേപടി തന്നെ ഇരിപ്പുണ്ട്, കൊള്ളില്ല ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം വേറെ വാങ്ങിച്ചു. ശരി. പിന്നെ ഇദ്ദേഹം ആണെങ്കിൽ നിനക്ക് എത്ര സോപ്പ് വേണം കൊച്ചേ ഒരു മാസം കുളിക്കാൻ?
അല്ല, നീ കഴിഞ്ഞ മാസം ഒരു കമ്പനിയുടെ 4 സോപ്പ് വാങ്ങിച്ചു. ആകെപ്പാടെ നീ ഇത്രേ ഉള്ളു താനും. ഇപ്രാവശ്യവും അടുത്ത 4 സോപ്പ് വാങ്ങിച്ചു. അല്ലമ്മ, അത് ഒന്നേ ഉള്ളു. പക്ഷെ കഴിഞ്ഞ മാസം വാങ്ങിച്ച സോപ്പ് ഉണ്ടല്ലോ, അത് തേച്ച് ഭയങ്കര ചൊറിച്ചില്ലമ്മ. മൊത്തം ചൊറിച്ചില്. ഇല്ല അണ്ണാ, അണ്ണനെ ചൊറിഞ്ഞില്ലേ? ഞാൻ വേറെ സോപ്പായിരുന്നു ഉപയോഗിച്ച, ആ സോപ്പല്ല. ഒരാൾക്കാണ് ഷാമ്പു പതയത്തുമില്ല, വേറത്തേക്ക് സോപ്പ് ചൊറിച്ചില്ല. എന്ത് ചെയ്യുമെന്ന് പറ. സത്യമായിട്ടും അതുകൊണ്ടാണ് അമ്മ ഈ മാസം വേറെ സോപ്പ് വാങ്ങിച്ചത്. അല്ല, കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വരുത്തിയെങ്കിൽ എല്ലാവർക്കും കാപ്പി കുടിക്കാം. ഓ, കാപ്പി കുടിക്കണ്ടിപ്പോ ഞങ്ങൾ കുടിച്ചോളാം. നീ പോയി എനിക്കൊരു നല്ല ചായ ഇട്ടുണ്ടോ? അല്ല, ഈ ചായ എന്ന് പറയുമ്പം ഗ്രീൻ ടീ വേണോ, ഹെർബൽ ടീ വേണോ, അതോ ഇന്നലെ വരെ ഇട്ടോണ്ടിരുന്ന ചായ വേണോ? നീ വേറെ വല്ല ചായ ഉണ്ടോ കയ്യില്? അതില്ല. മര്യാദക്ക് ഞാൻ സാധാരണ കുടിക്കുന്ന ഒരു ചായ ഇട്ടുണ്ടോ ഇവിടെ? ഓ, ബാക്കിയെല്ലാം വാങ്ങിച്ച് അങ്ങ് അടുക്കി വെച്ചോളൂ. എന്നിട്ട് രൂപ 22,352 ഗൂഗിൾ പേ ചെയ്യും കൊച്ചമ്മ പറഞ്ഞോണ്ട് വരും. ഇതെന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷാമ്പൂവിന് ഒരു ലോഡ് ഷാമ്പൂ ഇവിടെ എത്തിക്കുവായിരുന്നു. നമുക്കറിയാമല്ലോ വരുമ്പോ വരുന്ന ലോഡ് എന്താന്നുള്ളത്. കൊള്ളാമ്മ, അമ്മേനെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും വാങ്ങിച്ചു കളഞ്ഞില്ല അല്ലേ അണ്ണ? കളഞ്ഞാ? പിന്നെ ഈ പറയണ സോപ്പിന്റെ പൈസ വേണമെങ്കിൽ നമ്മൾ തിരിച്ചു തന്നോളാം, കുഴപ്പമില്ല. അണ്ണന് പറയാനൊന്നുമില്ലേ? അണ്ണൊന്നും പറയില്ലേ? ഞാൻ പോണു. ബാക്കിയും കൂടെ കഥകൾ കേട്ടിട്ടേ, കണക്കുകളൊക്കെ കേട്ടിട്ട് അങ്ങ് വന്നേച്ചാ മതി. കണ്ടല്ലോ, ഒരു ബില്ല് ഇത്ര ആയത് എങ്ങനെ എന്ന് ഒരു വീട്ടിലിരുന്നോണ്ട് കാശ് കൊടുക്കുന്ന ഒരാള് ചോദിച്ചാൽ കാണിക്കുന്ന ബഹളങ്ങളാണ് ഈ കണ്ടതൊക്കെ. ഇതൊക്കെ എന്തോ നാടാ. അല്ലമ്മ, പെട്ടെന്ന് ഈ ഷാമ്പൂന്റെ കാര്യം എടുത്തിട്ടതിന്റെ ഒരു അതൃപ്തിയാണ്. അത് കുഴപ്പമില്ല, പറഞ്ഞ് ശരിയാക്കാം. വളരെ പെട്ടെന്ന് പറയാതെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് മുറിച്ച് പറയണോ? എന്റെ ദൈവമേ, നിന്റെ പെണ്ണിന് എന്തുവായിരുന്നു ഇത്ര കണ്ടതുള്ളല്ലേ? സോപ്പിന്റെ അമ്മയ്ക്ക് ഒരു മര്യാദക്ക് പറയായിരുന്നു. മര്യാദയ്ക്കോ? അല്ല, കുഴപ്പമില്ല. എന്താ പറയാ, കേറി കിടന്ന് പിന്നെ അവളെ 2 തല്ലിയേച്ചാണ് പറഞ്ഞത്, അല്ലല്ലോ. മര്യാദയ്ക്ക് പറയാതെ ഉപയോഗിക്കുന്ന ഭാഷയോ? എല്ലാരും എഴുന്നേറ്റ് പോയാ? എടാ ചായ, നീ ഒരു കാര്യം ചെയ്യ്, ആ പ്ലേറ്റ് എടുത്ത് വെച്ച് 2 ഇഡ്ഡലി എനിക്കിട്. ഇഡലി ആകുന്നേ ഉള്ളൂ, വീശപ്പുണ്ട്, അതെടുക്കട്ടാ. എന്തെങ്കിലും അപ്പം ഇട്. ബാക്കിയുള്ളവരൊക്കെ വിശക്കുമ്പോ താനേ വന്ന് കഴിച്ചോളും കേട്ടോ. അല്ല കൊച്ചമ്മ, അപ്പോഴേ ആ ജെയിംസ് അച്ചായന്റെ കടയിലെ ബില്ലിന്റെ കാര്യം പറയണ്ടായിരുന്നു. അല്ല, പറഞ്ഞാൽ നല്ലത് തന്നെ. അല്ല, അമ്മ പറഞ്ഞത് കറക്റ്റ് തന്നെ. ദൂരത്ത് നമ്മൾ ഒഴിവാക്കണം. മോനെ, ഞാൻ എന്റെ കാര്യം പറഞ്ഞുതരാം. ഇത്രയും കാലമായിട്ട് ഞാൻ പഴയ ബില്ലുകളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മളൊരു 2 മാസം കൂടുമ്പോൾ ഒരു 30 മുതൽ 35,000 രൂപ വരെ നമുക്കൊരു ബജറ്റ് ഉണ്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇപ്രാവശ്യത്തെ ഈ പോക്ക് പോയാൽ അത് 35ന്റെ ഇരട്ടി ആവും ഇനിയും. അതൊന്നും ഒരു വീടിന് പറ്റിയ കാര്യങ്ങളല്ല. എല്ലാം നോക്കിയും കണ്ടും ചിട്ടയാണ് നമ്മളും ഒക്കെ കുറച്ചൊക്കെ ഒതുക്കി ഒന്ന് കൺട്രോൾ ചെയ്ത് ചിലവൊക്കെ ചുരുക്കി ജീവിക്കേണ്ട കാലമായി ഇപ്പോഴ്. മനസ്സിലായോ? ഒരണുവട ഞാൻ പിന്നോട്ട് പോവുകയല്ല. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനകത്ത് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കണം. നീ കൂടെ കേൾക്കാനാ പറഞ്ഞത്. ഇപ്പൊ പറയണ്ട. അവന് കൊണ്ട് അപ്പം ഉണ്ട്, മതി. അമ്മ, അത് നമ്മൾ സംസാരിക്കാം. സംസാരിച്ചാൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം. ഇത് പറയണ്ടായിരുന്നു കൊച്ചമ്മ. ഓടാവണത് നിന്റെ കയ്യിലുണ്ടോ പൈസ കൊടുക്കാൻ? മുത്തു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെ പിടിക്കണോ, എങ്ങനെയൊക്കെ നിയന്ത്രിക്കണോ അത് ചെയ്തേ പറ്റൂ. അതിനിടയ്ക്ക് നീയും കൂടെ അവരുടെ കൂടെ കിടന്ന് തുള്ളരുത്. ഇല്ല കൊച്ചമ്മ. ഇത് കാശ് മുടക്കുന്നതിനെ എന്റെ ദണ്ണം അറിയത്തുള്ളൂ, മനസ്സിലായോ? കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശേ കണ്ട വഴിക്ക് പോകുമ്പോ മനസ്സിനൊരു ദണ്ണം വരുവടാ. അയ്യ, എന്ത് ചെയ്യുമെന്ന് പറ. 22,352 രൂപ 10 ദിവസം കഴിഞ്ഞ് പറയാം തീർന്ന പറഞ്ഞു. 4 സോപ്പ്, 4 സോപ്പിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കിക്കോ, ഒരിക്കലും മറക്കൂല. സോപ്പല്ലേ, സോപ്പിന് വേണ്ടിട്ടാണ് കണക്ക് പറഞ്ഞത്. നോക്കിക്കോ, ഒന്നും ഞാൻ മറക്കൂല. സുരഭി, താനീ പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആവുന്നില്ല. ഒന്നെങ്കിൽ മൊത്തം കരഞ്ഞു നിർത്തിട്ട് വിഷമെല്ലാം മാറ്റിയിട്ട് മര്യാദയ്ക്ക് വരാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. അണ്ണൊന്നും ഇതുവരെ ക്ലിയർ ആയില്ലല്ലേ? വെറും 4 സോപ്പിന് വേണ്ടിട്ടാണ് അമ്മ ഇങ്ങനെ കണക്ക് പറഞ്ഞത്. അണ്ണ ഇതെല്ലാം കേട്ടോണ്ടിരുന്നല്ലേ? എന്തെങ്കിലും ഒന്നും മിണ്ടിയാ? എടോ, അത് പിന്നെ ആ സമയത്ത് ഞാൻ കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ മാസം ആ സോപ്പ് തേച്ച് കുളിച്ചല്ലേ എന്റെ ദേഹം മൊത്തം ചൊറിഞ്ഞത്? അണ്ണയിൽ എനിക്ക് ഓയിൻമെന്റ് ഇട്ടിരുന്നത്, അതൊക്കെ മറന്നുപോയാ?
എന്റെ പൊന്നു സുരഭി, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. നിന്റെ കയ്യിൽ ഓയിൽമെന്റ് ഇട്ട് തന്നതും ചൊറിച്ചിലും മാറാതെ നീ ഭിത്തിയിലിട്ട് കൈ ഉറച്ചതും എല്ലാം ഞാൻ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്. ഇതിപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയതല്ലേ, നീ ഇതൊന്നും പോട്ടെന്ന് വെക്ക്. എന്നാലും അമ്മ ഇങ്ങനെയൊന്നും പറയുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അത് പോട്ട്, അമ്മ അങ്ങനെ പറഞ്ഞു. പക്ഷെ അണ്ണ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലേ. എനിക്ക് അത് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം. സുരഭി, നമുക്കൊരു കാര്യം ചെയ്യാം. 4 അല്ല 40 സോപ്പ് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചു തരും. 40 സോപ്പ്. അത് മാത്രമല്ല, ഇപ്പൊ പുതിയൊരു ഇനം സോപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടെ. കുളിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ സ്മെല്ല് ശരീരത്തിൽ നിൽക്കും. ആ സോപ്പ് ഞാൻ നിനക്ക് മേടിച്ചു തരും. സത്യമായിട്ട് അങ്ങനത്തെ സോപ്പൊക്കെ ഉണ്ടാ? പിന്നെ അന്ന് എനിക്ക് വാങ്ങിച്ചു തരുമോ? ഇന്ന് തന്നെ മേടിച്ചു തരാം. നീ ഇന്ന് അത് തേച്ച് കുളിക്കും. എന്നാൽ ഈ അമ്മ 4 സോപ്പ് അതിന് കണക്ക് പറഞ്ഞല്ല അണ്ണ. സുരഭി, നീ ഇങ്ങനെ കിണുങ്ങി ഇരിക്കല്ലേ, മര്യാദയ്ക്ക് ഒന്ന് ചിരിച്ച് സമാധാനത്തിൽ ഇരിക്കും. ഓക്കെ? ലക്ഷ്മി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവണ്ടേ? എടി, അമ്മ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഷാമ്പു വാങ്ങിച്ചതിന്റെ പൊരുത്തക്കേട് എന്താണെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അത് ആ സ്പിരിറ്റിൽ അങ്ങ് എടുത്താ മതി. സ്പിരിറ്റ് എനിക്കെല്ലാം മനസ്സിലായി. രാമായണം പോലെ നീണ്ടൊരു ബില്ല് എടുത്ത് നീട്ടിയിട്ട് അതിനകത്ത് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്താന്നെല്ലാം നോക്കി 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 എടുത്ത് എന്നെ ഉന്നം വെച്ച് സംസാരിക്കാൻ നേരത്ത് ഞാൻ എന്താ കരുതേണ്ടത്? അമ്മായിയമ്മ ആയിപ്പോയി. ഇല്ലാന്നുണ്ടെങ്കിലേ ഈ ലക്ഷ്മി ആരാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുമായിരുന്നു. വലിയ കുടുംബക്കാര് അല്ലേ തന്നെ. ഈ കുറെ പേരുകൾ എനിക്ക് ചാർത്തി തന്നിട്ടുണ്ട്. ഇനി ഷാമുക്കള്ളി എന്നൊരു പേരും കൂടെ വീടേണ്ട ഗതികേടേ ഉള്ളൂ എനിക്ക്. ലക്ഷ്മി, ഇപ്പൊ നീ പറയണതൊക്കെ ഉണ്ടല്ല, മലന്ന് കിടന്ന് തുപ്പണേന് സമമാണ്. ഷാമ്പു വാങ്ങിച്ചു, എന്തിനു വാങ്ങിച്ചു? അത് നേരത്തെ വാങ്ങിച്ചത് കൊള്ളത്തില്ല, അതുകൊണ്ട് പുതിയതൊരെണ്ണം കൂടെ വാങ്ങിച്ചു. ആ കാര്യം അങ്ങ് പറഞ്ഞാ പോരെ. ഈ കുടുംബത്തിന്റെ ചെലവ് നിയന്ത്രിക്കണം നമ്മുടെയും കൂടെ ആവശ്യമില്ലേ? പ്രത്യേകിച്ച് മൂത്ത മരുമോളായ നീ. അയ്യ, മൂത്ത മരുമോള് ആ സുരഭിക്ക് കൊടുക്കുന്നതിന്റെ 10ൽ 1 വിലയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് എനിക്ക് തരുന്നുണ്ടോ? എന്തിനും ഏതിനും സുരഭി 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 മാത്രം മതി എല്ലാവർക്കും. ദൈവമേ, എനിക്ക് എന്തെങ്കിലും ഒരു അവസരം വെച്ച് നീട്ടി തരും, അന്നറിയൂ എല്ലാവരും. ദൈവം നിനക്ക് അവസരം വെച്ച് കിട്ടാൻ. എടി, അല്ലെങ്കിൽ തന്നെ മനുഷ്യര് പറയണ കാര്യം ഓർത്ത് തലയിൽ കൈവച്ചോണ്ടിരിക്കുകയാണ് ദൈവം. പിന്നൊരു കാര്യം, മനസ്സറിഞ്ഞ് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരെ വിളിച്ചോണ്ടല്ല ദൈവം അവിടെ വരും. തുടങ്ങി അവിഞ്ഞ ഡയലോഗ്. എന്നാലേ ഒരു കാര്യം അങ്ങോട്ട് കേട്ടോ, ഇതെന്റെ തീരുമാനം. ഇനി മുതല് എനിക്കും നമ്മുടെ മോക്കും മാസാമാസമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ കേറൂല. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അമ്മയുടെ മുമ്പിൽ ഓച്ചാനിച്ചൊക്കെ നിന്നും വെച്ചിട്ട് സാധനം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായല്ലോ? അത് കൊള്ളാം. അതെന്തായിരുന്നല്ലോ നന്നായി. എനിക്ക് അത്രയും മനസ്സമാധാനം കിട്ടും. ലവ് യു ബേബി. ആണോ? അയ്യോ, ലവ് യു ടു. ഒരു കാര്യം കൂടെ കേട്ടോ, എല്ലാ സാധനങ്ങളും പ്രശോഭേട്ടൻ തന്നെ വാങ്ങിച്ചു തരണം. അങ്ങനെ അതെ, ഭാര്യയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ കടമ തന്നെയാണ്. അതായത് നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ നീ സാധനങ്ങളൊന്നും എഴുതത്തില്ല. ഇല്ല, പകരം പ്രശോഭേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരണം. എടി, അത് ഈ വീട്ടിൽ നടക്കാത്ത കാര്യമാണ് നീ പറയണത്. ഈ വീട്ടിലെ ഒരടിപ്പ് പുകഞ്ഞാ മതി. ഞാൻ പറയണതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അത് നീ ആയിട്ട് മാറ്റാൻ നിൽക്കണ്ട കേട്ടോ. മാറ്റം വരുത്തിയാലോ? ലക്ഷ്മി, നീ നടക്കണ കാര്യങ്ങളെല്ലാം പറ. മുത്തോണല്ലേ? എന്നിട്ട് പോയാ ദിനേശ് അവിടെ? ഇല്ല, അവിടെ പിന്നെ പോകാൻ പറ്റിയില്ല. പക്ഷെ ഒരിക്കൽ പോണം. മുത്തോണ്ണൻ വിളിക്കുന്നു. ആ, ഞാൻ കേട്ട്. അണ്ണനെ വിളിച്ചത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാം. നീ അയ്യോ, കാര്യമില്ലാതെ വിളിക്കൂലണ്ണ. എണീക്ക്, ചെല്ല്, വാ. ഒരു കാര്യമില്ലാതെ വാ, എണീക്ക്. അമ്മ 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 എന്ത് പറ്റിയാ? മുത്തോണ എന്ത് പറ്റിയത്? എന്ത് പറ്റി അമ്മ? ആഹാരം കഴിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയണ്ട, കഴിച്ചെന്ന് വരുത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച് ഒരു ഇടിയപ്പം കൂടെ വയ്ക്കട്ടാന്ന്. ആംഗ്യം കാണിച്ച് ഞാൻ കൊടുക്കുകയും ചെയ്തു. അത് ഇന്ന് ഒരു കഷ്ണം എടുത്ത് തൊണ്ടയ്ക്കകത്ത് വയ്ക്കുന്നുണ്ട്. അപ്പൊ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല, ഞാൻ വിചാരിച്ച ആദ്യം ഈ തൊണ്ടയിൽ കുടുങ്ങിയതായിരിക്കും ആഹാരം. അതല്ല. അമ്മ, അണ്ണ, അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വണ്ടി എടുക്ക്. വണ്ടിയുടെ താക്കോൽ ചേട്ടാ. ഹോസ്പിറ്റലൊന്നും പോണ്ട. ഇതെന്ത് ഇത്രയും സമയം അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ? പെട്ടെന്ന്
എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേരങ്ങ് പോയപ്പം കൊച്ചമ്മയ്ക്ക് മനസ്സ് ഭയങ്കര വിഷമായി. ഇല്ല കൊച്ചമ്മ, ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഒരു നിസ്സാരം സോപ്പിന്റെയും ഷാമ്പുവിന്റെയും പേരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ മോശമായിട്ട്, വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ലോകത്തുള്ള ഒരു മരുമക്കളും ഇങ്ങനെ അമ്മയെ വിഷമിപ്പിക്കരുത്. അതാണ് നിങ്ങൾ ചെയ്തത്. അത് പിന്നെ അമ്മ സോറി അമ്മ പെട്ടെന്ന് സോപ്പിന്റെ കാര്യം. എന്റെ പൊന്നു സുരഭി, നീ ആ സോപ്പിന്റെ കാര്യം പറയാതെ എങ്ങനെയും ഒന്ന് തീർക്കാൻ നോക്കും. ഷാമ്പു വാങ്ങിച്ചാണ് തെറ്റെന്നുണ്ടെങ്കിൽ ഇനി അമ്മ വാങ്ങിച്ചിരുന്ന ഷാമ്പുവേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. ഇനി ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഷാമ്പു ഇനി ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കത്തില്ല, സത്യമായിട്ട്. ഒന്നുമില്ല എന്റെ പൊന്നു കുഞ്ഞെ. മുത്തു, ഒരു ആശുപത്രിയിലും പോണ്ട, ഒരു ഡോക്ടറെ ഇങ്ങോട്ടും വിളിക്കണ്ട. എന്തെന്നറിയാമോ, ഒരു ഡോക്ടർമാർക്കും മാറ്റാൻ സാധിക്കാത്ത ചില സംഗതികളുണ്ട്. ഒരു മനസ്സിനൊരു വിഷമം വന്നാലേ സ്നേഹമുള്ള ഒരു രണ്ട് നല്ല വർത്താനം പറയുമ്പോ അതാടാ ഏറ്റവും വലിയ മരുന്ന്. സത്യം അല്ലേ മോളെ? ആ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല, എനിക്കൊരു അസുഖവും ഇല്ല. അടുത്ത മാസം മുതൽ ഈ വീട്ടിലെടുക്കുന്ന സകല പലവ്യഞ്ജനമായാലും ശരി, എന്തായാലും ശരി കേട്ടോ, ഞാനായിരിക്കും ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അല്ല എന്ന് വിചാരിച്ചാൽ അതിനകത്ത് ലക്ഷ്മിയുടെ ഷാമ്പു ഇല്ലെന്നോ അല്ലെങ്കിൽ സുരഭിയുടെ സോപ്പ് കാണുമില്ലെന്നോ അങ്ങനൊന്നും തെറ്റിദ്ധരിക്കണ്ട. എല്ലാം കാണും. പക്ഷേ നമ്മൾ ഈ വിലക്കയറ്റത്തിനനുസരിച്ചൊരു കുടുംബ ബജറ്റ് ഉണ്ടാക്കി നേരെ രൂപയെ നല്ല അധ്വാനിച്ച് കിട്ടുന്ന കാശ് സൂക്ഷിച്ച് ചെലവാക്കാനും കൂടെ നമ്മളൊരു പ്ലാനും പദ്ധതി ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്തും സാധനങ്ങൾ കൊണ്ടുവരും, അതിന്റെ കാശും കൊടുക്കും. എന്നെ കൂടെ കേൾക്കാനാ പറയുന്നത്. കേട്ടു കൊച്ചമ്മ, കേട്ടല്ലോ? അങ്ങനെ ആയിരിക്കും. അതെല്ലാം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം അമ്മ. ഇനി ഞങ്ങൾ ഡോക്ടറെ വിളിച്ചോട്ടെ, ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി. എടാ, എനിക്ക് അസുഖമൊന്നുമില്ല, ഒന്നുമില്ല. ചെറിയൊരു മനപ്രയാസം തോന്നി. ഇവർ രണ്ടുപേരും കൂടെ മുഖം വീർപ്പിച്ച് പോന്ന കണ്ടപ്പോ ഈശ്വര ചെലവ് ചുരുക്കുന്ന കാര്യത്തിനാണോ ഈ പിണങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ പോട്ടെ, അതൊക്കെ. പക്ഷെ അല്ലാതെ എനിക്ക് അസുഖം ഒന്നുമില്ല, ഒരു വയ്യായ്മയില്ല. ചെല്ലുമോളെ, നിങ്ങളൊക്കെ ചെല്ലില്ല. ഓ ശരി. സോറി ഏട്ടാ. അയ്യോ, അത്രയൊക്കെ ഉള്ളടാ. സോപ്പിന്റെയും ഷാമ്പുവിന്റെ പേര് ഇനി പറയല്ലേ. കൊച്ചമ്മ, ഈ അഭിനയത് എവിടെ നിന്ന് പഠിച്ചത്? അഭിനയൊക്കെ രക്തത്തിലില്ലടാ, പഠിപ്പിക്കണോ? സൂപ്പറായിരുന്നു കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.